يا حامل القرآن قد خصك الرحمن بالفضل والتيجان والروح والريحان يا حامل القرآن قد خصك الرحمن بالفضل. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, സൂറത്തുൽ ഖദറാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിഷയങ്ങൾ കൂടി പഠിക്കാനുണ്ട്. അല്ലാഹു തആല സഹായിക്കട്ടെ, ആമീൻ. ലൈലത്തുൽ ഖദർ ഇത് എല്ലാ റമളാനിലും ഉണ്ടോ അതോ ചില റമളാനിൽ മാത്രമാണോ? എല്ലാ റമളാനിലും ഉണ്ട് എന്നാണ് ഹദീസുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഹിയ ഫി കുല്ലി റമളാൻ, എല്ലാ റമളാനിലും ലൈലത്തുൽ ഖദർ ഉണ്ടാകും. എന്നാണ് എന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടില്ല. അത് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? അന്ന് നല്ല ഉഷാറായിരിക്കും, പിന്നെ വഴിക്ക് നമ്മൾ പോകില്ല. വേറെയും ഒരുപാട് കുഴപ്പങ്ങൾ ഇത് സംബന്ധമായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് കൃത്യമായി ഇന്ന ദിവസമാണ് എന്ന് പറഞ്ഞു തരാതിരുന്നത് എന്ന് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അപ്പം നമ്മുടെ മരണസമയം, അതല്ലെങ്കിൽ ഖിയാമത്ത് നാൾ, ഇതൊക്കെ എന്നാണ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മനുഷ്യന്മാരുടെ അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് തിരിയാലോ. അപ്പോൾ ഇന്ന സമയം എന്ന് പറയപ്പെടാത്തതിൻ്റെ പിന്നിൽ, ഇന്ന ദിവസം എന്ന് പറഞ്ഞു തരാത്തതിൻ്റെ പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് എന്ന് ചുരുക്കം. റമളാനിലെ ഏതു രാത്രിയിലും ആവാമെങ്കിലും അവസാനത്തെ 10 ദിനങ്ങൾ, അതുതന്നെ അതിലെ ഒറ്റയിട്ട രാവുകൾ, ഇതാണ് ലൈലത്തുൽ ഖദറിന് കൂടുതൽ സാധ്യതയുള്ള ദിവസങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ അവസാനത്തെ 10-ലെ ഒറ്റ രാവുകൾ, 21, 23, 25, 27, 29 തുടങ്ങിയ ഒറ്റയിട്ട രാവുകൾ. ഹദീസുകളിൽ ഇത് സംബന്ധമായി നിരവധി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പരിശുദ്ധ ഖുർആനിലെ അവസാനത്തെ 10-ൽ പ്രതീക്ഷിക്കണം എന്ന് ഇമാം ബുഖാരിയും മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹിമ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഈ ഹദീസുകളൊക്കെ പഠിച്ച ഉലമാ പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നായിരിക്കും ലൈലത്തുൽ ഖദർ വരാൻ സാധ്യത എന്നതിനെക്കുറിച്ച്. റമളാൻ 21-ാമത്തെയോ 23-ാമത്തെയോ രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടതായിട്ട് കാണാം. അതുപോലെ തന്നെ 27-ാം രാവാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടതായിട്ട് കാണാം. പുരാതന കാലം മുതലേ ജനങ്ങൾ ആദരിച്ചു പോരുന്ന അധിക പണ്ഡിതന്മാരുടെ അഭിപ്രായം 27 എന്ന് ഷർവാനി അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. പക്ഷേ ഈ അഭിപ്രായങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതോട് കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ വർഷവും വ്യത്യസ്ത രാവുകളിലേക്ക് ലൈലത്തുൽ ഖദർ മാറിക്കൊണ്ടിരിക്കും എന്നാണ്. ഒരേ വർഷവും ഒരേ രാവ് തന്നെ ആയിക്കൊള്ളണം എന്നില്ല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പക്ഷം ഇതാണ്. മഹാനവറുകൾ ബലപ്പെടുത്തിയ അഭിപ്രായം ഇതാണ്. ഓരോ വർഷവും ഇത് പല ദിവസങ്ങളിലായി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ വിവിധ ഹദീസുകളിൽ വന്ന 21 23 അല്ലെങ്കിൽ 27 എന്നൊക്കെ പറഞ്ഞ ആ അഭിപ്രായങ്ങളെ യോജിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗവും ഈ ഒരു അഭിപ്രായം സ്വീകരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഓരോ മാസങ്ങളിലും ഓരോ വർഷങ്ങളിലും ലൈലത്തുൽ ഖദർ ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഇപ്പം എല്ലാ വർഷവും 27 തന്നെ ആയിക്കൊള്ളണമെന്നില്ല, എല്ലാ വർഷവും 21 തന്നെ ആയിക്കൊള്ളണമെന്നില്ല, മാറിക്കൊണ്ടിരിക്കും എന്ന്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 21 സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, 23 പറഞ്ഞിട്ടുണ്ട്, വേറെയും രാവുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അവസാനത്തെ ഒറ്റ രാവ് ഏതുമാവാൻ സാധ്യതയുണ്ട്, മാറിക്കൊണ്ടിരിക്കും എന്ന അഭിപ്രായം മാനിച്ച് 5 ദിവസങ്ങളിൽ നമ്മൾ മിനിമം മെനക്കെടുക ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചിട്ട്. ഒരു രാവിലും ഒന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല, സാധ്യതയുണ്ടെങ്കിലും. ചില ആളുകൾ, കൂടുതൽ ആളുകൾ സ്വപ്നം കാണുമെന്നാണ്. ചില വർഷം ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാവുക എന്ന സ്വപ്ന ദർശനം ഉണ്ടാകുമെന്ന് നമ്മുടെ കിതാബുകളിലൊക്കെ പറയപ്പെടുന്നുണ്ട്. സഹാബികളൊക്കെ അന്ന് ആ സമയത്ത് കാണാറുണ്ടായിരുന്നു. ഒരു വർഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന സഹാബികൾ പറഞ്ഞതായിട്ട് കാണാം,
ലൈലത്തുൽ ഖദ്ർ ആ വർഷത്തെ റമളാനിലെ അവസാനത്തെ ചില പ്രത്യേക ദിവസങ്ങളിൽ വന്നതായിട്ട് ഞങ്ങൾ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അത് സത്യത്തോട് കൂടുതൽ യോജിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നു എന്ന് മറുപടി പറഞ്ഞതായിട്ട് കാണാം. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തും 2013 ഇങ്ങനെ സ്വപ്ന ദർശനം ഉണ്ടായതായി കുവൈത്തിലെ ഒരു വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്ത സംഭവം നമ്മുടെ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ ലൈലത്തുൽ ഖദ്ർ റമളാൻ 27 ആ വർഷം ഉണ്ടായത് എന്ന് ഒരു പണ്ഡിതൻ, ഒരു പള്ളിയിലെ പ്രമുഖ ഇമാമും പ്രമുഖ പണ്ഡിതനുമായ ഒരാൾ റിപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് ഈ കുവൈത്ത് വാർത്താ ഏജൻസി അത് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ന്. ആ ദിവസമാണ് എന്ന് അദ്ദേഹത്തിന് അന്ന് സ്വപ്നദർശനം ലഭിച്ചിരുന്നു എന്നും അതുപോലെ മറ്റുള്ള ആളുകളും ആ ദിവസത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നു എന്നും ആ വാർത്തയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടുതൽ ആളുകൾ ചില വർഷങ്ങളിൽ ഇന്ന ദിവസമായിരിക്കും ലൈലത്തുൽ ഖദ്ർ എന്ന് സ്വപ്ന ദർശനത്തിലൂടെ മനസ്സിലാക്കാൻ ചില ആൾക്ക് കഴിയുമായിരുന്നു. അള്ളാഹുത്തെ അറിയിച്ചു കൊടുക്കുന്നതാണ്. അതൊക്കെ ഓരോ ഫضലാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെ ഒരിക്കൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ്. ഒരു വർഷം ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തു. ആ അറിയിച്ചു കൊടുത്തത് സഹാബികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വരുന്ന വഴിയിൽ എന്തോ രണ്ടാളുകൾ തമ്മിൽ ചില ശണ്ട കൂടുന്നത്, അതല്ലെങ്കിൽ ചില വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടത് കാണുകയും ആ കണ്ടത് പരിഹരിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഈ വിഷയം മറപ്പിക്കപ്പെടുകയും ചെയ്തു എന്നും ഹദീസിലുണ്ട്. എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ടാണ് പറഞ്ഞു കൊടുക്കാൻ ഇന്ന ദിവസമാണ് എന്ന് ഒരു നിലക്കും അറിയരുത് എന്നൊരു ഒരു ചിന്ത കൊണ്ട്. കാരണം ഇന്ന ദിവസമാണ് എന്നറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് ആളുകൾ കൂടുതൽ ഇബാദത്തിൻ്റെ കാര്യത്തിൽ പരിശ്രമിക്കട്ടെ എന്നൊരു നല്ല ലക്ഷ്യത്തിനോട് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിക്കപ്പെട്ട ആ രാത്രി മറപ്പിച്ചു കളഞ്ഞു എന്ന് ഹദീസുകളിൽ കാണാം. ലൈലത്തുൽ ഖദ്റിനെ ചില ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാമെന്ന് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ? പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ലക്ഷണങ്ങളുണ്ട്. ആ രാത്രിയിൽ ശക്തമായ കൊടുങ്കാറ്റോ അതറിയുന്ന കനത്ത മഴയോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല. നേരിയ ഒരു രസം, ഒരു കാറ്റും നല്ലൊരു ആനന്ദമുള്ളൊരു കാറ്റും ചിലപ്പോൾ ഒരു ചെറിയ നേരിയ മഴയൊക്കെ ഉണ്ടാവാം. അന്തരീക്ഷം തെളിഞ്ഞിരിക്കും, നക്ഷത്രങ്ങൾ കാണും എന്നൊക്കെ ചില ലക്ഷണങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അന്നത്തെ അതിൻ്റെ പകലിലെ സൂര്യന് ചൂട് വല്ലാതെ ഉണ്ടാവുകയില്ല, വെയിലിന് ചൂട് വല്ലാതെ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ രാത്രിയിലെ ചന്ദ്രനും വളരെ കൃത്യമായി നിലാവൊക്കെ നല്ല രൂപത്തിൽ, നല്ല ആസ്വാദ്യകരമായ രൂപത്തിൽ അനുഭവപ്പെടും. അതുപോലെ അന്നത്തെ ടെമ്പറേച്ചർ നല്ല ഒരവസ്ഥയിലായിരിക്കും. കൂടുതൽ ചൂടോ കൂടുതൽ തണുപ്പോ ഇല്ലാത്ത മുഅ്തദിലായ ഒരു സമശീതോഷ്ണമായ ഒരു അന്തരീക്ഷമായിരിക്കുമെന്നുണ്ടാവുക എന്നൊക്കെ ഇതിനെക്കുറിച്ച് പല ലക്ഷണങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിന് ഒരാശ്വാസം, ഒരു സമാധാനം, ഒരു ഇൻഷറാഹ് സദ്ർ എന്നൊക്കെ അറബിയിൽ പറയും. എന്തോ ഒരു വിശാലത, ഒരു റാഹത്ത് അന്ന് പ്രത്യേകമായി അനുഭവപ്പെടും. അതും അതിൻ്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. മാത്രമല്ല അന്നത്തെ രാത്രി ഇബാദത്ത് ചെയ്യാനും പ്രത്യേകിച്ച് ഖിയാമുൽ ലൈൽ പോലെയുള്ള രാത്രിയുള്ള നിസ്കാരങ്ങൾക്കും ഇബാദത്തുകൾക്കുമൊക്കെ ഒരു പ്രത്യേക രസവും ആസ്വാദനവും അനുഭവപ്പെടും എന്നതും ലൈലത്തുൽ ഖദ്റിൻ്റെ ലക്ഷണമായി പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം ലക്ഷണങ്ങളൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കാനും അത് ഉപയോഗപ്പെടുത്താനും ഉള്ള ശ്രമങ്ങൾ ഉണ്ടാവണം നമ്മുടെ ഭാഗത്തു നിന്ന്. നമ്മൾ ചെയ്യേണ്ടത് അതാണ്. അപ്പോൾ ഇത് പ്രതീക്ഷിച്ച് കാര്യമാക്കി എടുക്കുന്ന ആളുകൾക്ക്, നല്ലോണം വിശ്വാസമുള്ള ആളുകൾക്ക് ഇത് ശരിക്കും അനുഭവപ്പെടുകയും അതിനുള്ള സൗഭാഗ്യം കിട്ടുകയും ചെയ്യും. അത് ഉറപ്പ് വേണം, നമുക്കൊരു വിശ്വാസം വേണം. നമ്മൾ മുമ്പ് ഹദീസ് പറഞ്ഞല്ലോ, ഈമാനൻ വഹ്തിസാബൻ, വിശ്വാസവും പ്രതിഫലം കാക്ഷിച്ചും നമ്മൾ അന്ന് ഇബാദത്ത് ചെയ്താൽ. അല്ല, ചില ആൾക്കാരുണ്ടാവും എല്ലാം ഒരു അഴകുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ. അവസാനത്തെ ഒറ്റയിട്ട് രാത്രിയിൽ ഉണ്ടാകുന്നാണല്ലോ പറയുന്നത്, എന്തായാലും ചെയ്തു ഒക്കെ കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ പോയി. അങ്ങനെയല്ല, എനിക്കത് കിട്ടണം എന്നൊരു നിർബന്ധ ബുദ്ധിയോടുകൂടെ ഒറ്റയിട്ട രാവുകളിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്ത് ആത്മാർത്ഥമായി നല്ല ഉറപ്പോടെ ചെയ്താൽ എന്തായാലും അത് കിട്ടും, വേറെ കൊടുക്കും പോവില്ല. ഇനി ഈ ലൈലത്തുൽ ഖദ്ർ രാത്രി മുഴുവനുമുണ്ടോ അതോ കുറഞ്ഞ സമയങ്ങൾ മാത്രമേ ഉള്ളൂ, കുറഞ്ഞ സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ? എന്താണ് അതിൻ്റെ മറുപടി? മുഴുവനും ഉണ്ട് എന്നാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശ്രേഷ്ഠത, ഈ പറയപ്പെട്ട ശ്രേഷ്ഠത രാത്രി മുഴുവനും പുലരുവോളം ഉണ്ട് എന്നാണ്. എന്ന് പറഞ്ഞാൽ അന്നത്തെ രാത്രി മഗ്‌രിബിന് ശേഷം സൂര്യൻ അസ്തമിച്ചത് മുതൽ ഫജ്ർ സ്വാദിഖ് വരെ, ഫജ്ർ സ്വാദിഖ് വെളിവാവുന്നത് വരെയുള്ള സമയം,
സൂര്യാസ്തമയം മുതൽ ഫജ്ർ സ്വാദിഖ് വരെ. ഖുർആൻ, ഹദീസ്, തഫ്സീറുകൾ, ഉലമാക്കളുടെ വിശദീകരണങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ ഈ കാര്യം വ്യക്തമാണ്. അപ്പോൾ 1000 മാസത്തേക്കാൾ ബഹുമതിയുള്ളത് അല്ലെങ്കിൽ ഉത്തമമായത് എന്ന ആ ശ്രേഷ്ഠത ആ രാത്രിക്ക് മുഴുക്കെ ഉള്ളതാണ് ഫജ്ർ സ്വാദിഖ് ഒളിവാകുന്നത് വരെ. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് സംശയങ്ങൾ വരാം, ഇപ്പോൾ ലൈലത്തുൽ ഖദ്ർ ഒരു രാത്രി മാത്രമാണെങ്കിൽ ഇന്ത്യയിലും അമേരിക്കയിലും ഒക്കെ വ്യത്യാസപ്പെടില്ലേ എന്ന്. ആ വ്യത്യാസപ്പെടും. അതിനെന്താ? ഓരോ നാട്ടിലെയും അസ്തമയ ഉദയ ക്രമങ്ങൾക്കനുസരിച്ചാണ് അതത് നാട്ടിലെ സൃഷ്ടികൾക്ക്, ആളുകൾക്ക് ലൈലത്തുൽ ഖദ്റിന്റെ ശ്രേഷ്ഠതയും അനുഗ്രഹവും പ്രതിഫലവും ലഭിക്കുക. അപ്പോൾ അമേരിക്കയിൽ രാത്രിയാവുന്ന സമയത്തായിരിക്കും അവിടെ അവർക്ക് അതിൻ്റെ ശ്രേഷ്ഠതയും പ്രതിഫലവും ലഭിക്കുക. ഈ സമയത്ത് ഇന്ത്യയിൽ പകലാണെങ്കിലും ശരി. അതുപോലെ ഇന്ത്യക്കാർക്ക് ഈ ശ്രേഷ്ഠതയും പ്രതിഫലവും ലഭിക്കുന്നത് ഇന്ത്യക്കാരുടെ രാത്രി സമയത്തായിരിക്കും. അതൊക്കെ ഉദയ അസ്തമയ ക്രമങ്ങൾക്കനുസരിച്ചാണ്. അല്ല, നമുക്ക് കൃത്യമായി മനസ്സിലാകുന്ന വിഷയവുമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും ശ്രേഷ്ഠതയുള്ള ഈ രാത്രി പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എന്നതാണ്. ഇത് നഷ്ടപ്പെടാൻ പറ്റില്ല. നഷ്ടപ്പെട്ടാൽ വല്ലാത്ത നഷ്ടമാണ്, തീർത്താൽ തീരാത്ത ഖേദമായിരിക്കും. നമുക്ക് ഖേദം ഇതിലൊന്നുമല്ല. ഇബാദത്തുകൾ നഷ്ടപ്പെടുന്നതിനോ ലൈലത്തുൽ ഖദ്ർ നഷ്ടപ്പെടുന്നതിനോ നമ്മളെ ഖേദവും നമ്മളെ കൺസേൺസും നമ്മുടെ ചിന്തകളും ഇതിനെക്കുറിച്ചൊന്നല്ല. നമുക്ക് വേറെ ചില കാര്യങ്ങളാണ്. ഗൾഫിൽ താമസിക്കുന്ന ആളുകളാണെങ്കിൽ റിയാലിന്, ദിർഹമിന് റേറ്റ് കുറഞ്ഞാൽ അതൊരു ടെൻഷനാണ് അവർക്ക്. അല്ലേ, ടിക്കറ്റിന് റേറ്റ് കൂടിയാൽ അതൊരു ടെൻഷനാണ്. അത് കൂടോ ഇത് കൂടോ, ജോലി പോവൂലേ. അതുപോലെ നാട്ടിലാണെങ്കിൽ സ്വർണത്തിന് വില കൂടിയാൽ ആ വില കൂടിയില്ലേ, ദിവസവും അതിങ്ങനെ പത്രത്തിൽ നോക്കിയിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇത്തരം ചില ഭൗതികമായ ചില കാര്യങ്ങൾക്കാണ് നമ്മുടെ കൺസേൺസും നമ്മുടെ ടെൻഷനുകളും ഒക്കെ. അതൊക്കെ മാറ്റി നിൽക്കട്ടെ. ഇത്രയും വലിയ 1000 മാസത്തേക്കുള്ള ശ്രേഷ്ഠതയിൽ ഒരു രാത്രി നമുക്ക് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഖേദം, അതാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അത് തീർത്താൽ തീരാത്ത ഖേദമായി മാറണം. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലോട്ട് വരണം. ലൈലത്തുൽ ഖദ്ർ മൻ ഹുരിമ ഖൈറുഹാ ഫഖദ് ഹുരിമ. ആ ഒരു ദിവസത്തെ നന്മ ആർക്കെങ്കിലും നഷ്ടമായാൽ അതൊരു വല്ലാത്ത നഷ്ടം തന്നെയാണ്. പിന്നെ അത് വീണ്ടെടുക്കാൻ കഴിയാത്ത നഷ്ടമാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ നമ്മൾ നല്ലോണം മെനക്കെടുക. 5 ദിവസം മെനക്കെട്ടാൽ പോരെ. രാത്രി നിസ്കാരങ്ങളൊക്കെ ഒന്ന് കൃത്യമായി നിർവഹിക്കുക. ആ രാത്രി ഈ അവസാനത്തെ 5 ദിവസങ്ങളിൽ ഒന്നും ഒഴിവാക്കാതിരിക്കുക. തറാവീഹ്, അതിനുശേഷമുള്ള തസ്ബീഹ് നിസ്കാരം പോലെയുള്ളത്, വിത്ർ, റവാത്തിബ്, ഇത് സ്ഥിരമായി ചെയ്തു വരുന്ന സംഗതികൾക്ക് പുറമെ എക്സ്ട്രാ കുറച്ച് സുന്നത്ത് നിസ്കാരങ്ങൾ, അതുപോലെ തന്നെ ഖുർആനോത്ത്, ഇത്തരം വിഷയങ്ങളൊക്കെ ചെയ്യുക. ലൈലത്തുൽ ഖദ്ർ അല്ലാത്ത രാത്രിയിൽ തന്നെ, സാധാരണ രാത്രികളിൽ തന്നെ ഉള്ള നിസ്കാരങ്ങൾക്കും ഇബാദത്തുകൾക്കും എമ്പാടും കൂലി കിട്ടുന്ന ഒരു സമയമാണല്ലോ അത്. പിന്നെ ലൈലത്തുൽ ഖദ്റിന്റെ കാര്യം പറയുന്നേ വേണ്ട. എല്ലാ ദിവസവും രാത്രി അള്ളാഹു തആല ഇറങ്ങി വന്നിട്ട് അള്ളാഹു തആല മലായിക്കത്തുകളെ പറഞ്ഞയച്ചിട്ട് രണ്ടഭിപ്രായം അവിടെ ഉണ്ട്. ആരെങ്കിലും പൊറുക്കനെ ചോദിക്കുന്നുണ്ടോ, ഞാൻ പുറത്തു തരാം. തൗബ ചെയ്യുന്നവരുണ്ടോ, ഞാൻ തൗബ സ്വീകരിക്കാം. ചോദിക്കുന്നവരുണ്ടോ, ഞാൻ ഉത്തരം തരാം. എന്ന് ഫജ്ർ സാദിഖ് ഒളിവാകുന്നത് വരെ, ഫജ്ർ ഉദിക്കുന്നത് വരെ അള്ളാഹു തആല അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എല്ലാ രാത്രിയും അങ്ങനെയാണെങ്കിൽ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി എന്തായാലും വളരെ ശ്രേഷ്ഠത ഉണ്ടാവൂലേ. സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക. അന്ന് പ്രത്യേകിച്ച് ബാങ്ക് കൊടുത്താലുള്ള സുബഹിയുടെ മുമ്പ് സുന്നത്ത് നിസ്കാരമൊക്കെ അന്നത്തെ ദിവസം, എല്ലാ ദിവസവും വേണം. അന്നത്തെ ദിവസം പ്രത്യേകിച്ചും ലോകത്തെ ഏറ്റവും വലിയ മുതലാളി ഇത് നിസ്കരിച്ച ആളാണ് എന്നാണ്. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിച്ച ആളാണ് ലോകത്തെ ഏറ്റവും വലിയ മുതലാളി എന്ന്. അതുപോലെ ജമാഅത്ത് നിസ്കാരങ്ങൾ പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദ്ർ ആവാൻ സാധ്യതയുള്ള രാത്രിയിൽ നഷ്ടപ്പെടുത്താതിരിക്കുക. വിശേഷ മഗ്രിബും ഇശാവും സുബ്ഹും ഒക്കെ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലിയാണ് ഇശാഇൻ്റെയും സുബ്ഹിൻ്റെയും ജമാഅത്തിൽ പങ്കെടുത്താൽ എന്ന് ഹദീസിലുണ്ട്. നമുക്കറിയാലോ, ഇശാ ജമാഅത്ത് അവിടെ നിസ്കരിച്ചാൽ ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈലി, രാത്രി പകുതി നിന്ന് നിസ്കരിച്ചതുപോലെയായി. അതുപോലെ തന്നെ സുബ്ഹി ജമാഅത്തിലായി നിസ്കരിച്ചാൽ ആ രാത്രി മുഴുവനും നിസ്കരിച്ചതുപോലെയായി. അപ്പോൾ ഇശാഇൻ്റെയും സുബ്ഹിയുടെയും ജമാഅത്ത് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലിയാണ്. അതുപോലെ തന്നെ അന്നത്തെ ദിവസം ഖുർആൻ പാരായണത്തിന് ധാരാളം സമയം കണ്ടെത്തുക. ഇസ്തിഗ്ഫാർ എമ്പാടും ചെയ്യുക. അത്താഴ സമയത്ത് പ്രത്യേകിച്ചും അത്താഴത്തിനെ കുറച്ച് നേരത്തെ എഴുന്നേറ്റിട്ട് അന്ന് രാത്രി മുഴുവൻ ഹയാത്താക്കുക. ഉറങ്ങുകയാണെങ്കിൽ കുറച്ച് ഉറങ്ങിയിട്ട് വളരെ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യുക, ഇബാദത്തിനായി മെനക്കെടുക. കുടുംബത്തെ വിളിച്ചുണർത്തുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചര്യയായിരുന്നു, സുന്നത്തായിരുന്നു അത്. അവസാനത്തെ 10 കണ്ടായാൽ കുടുംബക്കാരൊക്കെ വിളിച്ചുണർത്തി അരയൊക്കെ മുറുക്കി ഇബാദത്തിന് വേണ്ടി ഇറങ്ങുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. അത് നമ്മൾ ശീലിക്കുക. പിന്നെ ഇഅ്തികാഫ് ഇരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. നല്ലോണം ദുആ ചെയ്യുക, പ്രത്യേകിച്ച് ഈ പറയപ്പെട്ട രാത്രികളിൽ. ആയിഷ ബി റളിയല്ലാഹു അൻഹ ചോദിച്ചിട്ടുണ്ടല്ലോ, നബിയെ, ഞാൻ
എങ്ങാനും ലൈലത്തുൽ ഖദറുമായി ഞാൻ സന്ധിച്ചാൽ, ലൈലത്തുൽ ഖദർ കിട്ടിയാൽ ഞാൻ എന്താണ് ആ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത്? അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് എന്താ? അല്ലാഹുമ്മ ഇന്നക അഫൂവൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇത് നീ ധാരാളമായി പറഞ്ഞു എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നക അഫൂവൻ കരീമുൻ, റബ്ബേ നീ മാപ്പ് ചെയ്യുന്ന ആളാണ്, ഒരുപാട് മാപ്പ് ചെയ്യുന്ന ആളാണ്, നീ മഹാമാന്യനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നിനക്ക് ഇഷ്ടവുമാണല്ലോ, അതുകൊണ്ട് ഫഅഫു അന്നി, എനിക്ക് നീ മാപ്പ് ചെയ്തു തരണമേ. ഇത് ധാരാളമായി പറയാനാണ് അവിടെ നിന്ന് കൽപ്പിച്ചത്. ദുആയിൽ നമ്മൾ ഒരിക്കലും പിന്നോക്കം നിൽക്കരുത്, നന്നായി ദുആ ചെയ്യുക. ദിക്റുകളും ദുആകളും എമ്പാടും. അല്ലാഹു തആലാക്ക് നമ്മൾ ചോദിച്ചാൽ ഒന്നും തരാതെ മടക്കി അയക്കാൻ നാണമാണ് എന്നാണ്, മടിയാണ് റബ്ബിന് എന്നാണ്. നമ്മൾ ചോദിച്ചാൽ തരാതിരിക്കാൻ റബ്ബിന് നാണമാണ്. പിന്നെ നമുക്ക് ചോദിച്ചാൽ നമുക്കെന്താ ചോദിച്ചാൽ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ചെറിയ മക്കളെ, പാവപ്പെട്ട ആളുകളൊക്കെ കൂടെ കൂടിയിട്ട് ദുആ ചെയ്യുക. ഇത്തരം അവസരങ്ങളിലൊക്കെ, അതിൻ്റെ പകലിലൊക്കെ, പ്രത്യേകിച്ച് റമളാനിലൊക്കെ രാത്രിയിൽ കുട്ടികളെ കൂടെ എടുത്ത് ദുആ ചെയ്യിപ്പിക്കുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഓരോ ആഴ്ചയും ഓരോ ഖത്തം തീർക്കുമെന്നാണ്. എൻ്റെ ഖത്തം തീർത്തതിന് ശേഷം ഖത്തം ദുആ എന്ന് പറയുന്ന പരിപാടിയില്ലേ, ആ ദുആക്ക് തൻ്റെ ചുറ്റുമുള്ള കുട്ടികളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് അവരെ കൂടെ ഇരുന്നിട്ട് ദുആ ചെയ്യുമെന്നാണ്. അവരെ കൂടെ ഇരുന്നിട്ട് എന്താ കാരണം? അദ്ദേഹം പറയാറുണ്ട്, മലക്കുകൾ എന്ന് പറഞ്ഞാൽ അവർ നന്മ തിന്മകൾ എഴുതാൻ തുടങ്ങിയിട്ടില്ലല്ലോ ചെറിയ കുട്ടികളുടേത്. അപ്പോൾ അവർ ചോദിച്ചാൽ അതിന് ഉത്തരമുണ്ടാവും എന്നൊരു പ്രതീക്ഷയിൽ ചെറിയ കുട്ടികളെ കൂട്ടി ദുആ ചെയ്യുമെന്നാണ്. അപ്പോൾ നമ്മളും ഇത്തരം രാത്രിയിൽ നമ്മളെ മക്കളെ വിളിച്ചുണർത്തിയിട്ട് കൂടെ ഇരുത്തിയിട്ട് ദുആ ചെയ്യിക്കുക, അവരെ കൊണ്ട് ആമീൻ പറയിക്കുക. അതൊക്കെ വലിയ വലിയ സംഗതികളാണ്. പാവങ്ങളെ നല്ലോണം പരിഗണിക്കുക. റബ്ബിൻ്റെ അടുത്ത് വലിയ സ്ഥാനമുള്ള ആളുകളാണ് അവർ. വീട്ടിൽ സൽക്കാരങ്ങളും മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ അവഗണിക്കാതിരിക്കുക. ഈ ഒരു അവസാനത്തെ പത്തിൽ, പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറാൻ സാധ്യതയിൽ ആ രാത്രിയിൽ അവരെ വിളിച്ച് സൽക്കരിക്കുക, സദക്കകൾ കൊടുക്കുക, ആഖിബത്ത് നന്നാവാൻ അടക്കമുള്ള ദുന്യവിയും ഉഖ്റവിയുമായ കാര്യങ്ങൾക്ക് ദുആ ചെയ്യുക. ദുന്യവിയായ കാര്യങ്ങൾക്ക് മാത്രമല്ല, ഏറ്റവും പ്രധാനമായി ദുആ ചെയ്യേണ്ട ആഖിറത്തിൻ്റെ കാര്യങ്ങൾക്കാണ്. നമ്മൾ ദുആ ചെയ്യുമ്പോൾ കാര്യമായിട്ട് പറയാറുള്ളത്, എന്ന അസുഖം, എൻ്റെ മുട്ടുവേദന, എൻ്റെ കാലുവേദന, അതല്ലെങ്കിൽ എൻ്റെ വലിയ വലിയ അസുഖങ്ങൾ നീ ശിഫയാക്കി തരണേ എന്ന് മാത്രമല്ല, അതിനോട് കൂടെ ആഖിബത്ത് നന്നാവാൻ ആഖിറം ചോദിക്കുക. ഏറ്റവും പ്രധാനം അതാണ്. വലിയ വലിയ ആളുകളൊക്കെ ചോദിച്ച സംഗതിയും അതാണ്. സ്വാലിഹ്യങ്ങളുടെ കൂടെ എന്നെ ചേർത്തി തരണമേ എന്നവരോട് ചോദിക്കണം എന്നാണ്. അമ്പിയാക്കൾ വരെ ചോദിച്ച സംഗതിയാണ്. എന്താ നമ്മൾ മടിക്കേണ്ട കാര്യം എന്താണ്? യൂസുഫ് നബി അലൈഹി സ്വലാം ചോദിച്ചിട്ടില്ലേ, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, മുസ്ലിമായി മരിപ്പിക്കണമേ, സ്വാലിഹ്യങ്ങളുടെ കൂടെ ചേർത്ത് തരണമേ. അള്ളാഹുവിൻ്റെ അമ്പിയാക്കളാണ് ചോദിക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആ ചെയ്തിട്ടുണ്ട്, റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹ്യങ്ങളോടൊപ്പം എന്നെ നീ ചേർത്തി തരണേ. സുലൈമാൻ നബി അലൈഹി സ്വലാം ദുആ ചെയ്തിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ദുആ ചെയ്തതായി സൂറത്തുൽ ഇസ്രായിലെ 80-ാമത്തെ ആയത്തിൽ കാണിച്ചു തരുന്നുണ്ട്. വഖുർ റബ്ബി അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖിൻ വജ്അൽ ലി മിൻ ലദുൻക സുൽത്താനൻ നസീറ. അപ്പോൾ സാലിഹീങ്ങളുടെ കൂടെ ചേരാനും നല്ല വഴിയിൽ സഞ്ചരിക്കാനും ആഖിബത്ത് നന്നാവാനും അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ വരെ നിരന്തരമായി ചോദിച്ചു കൂട്ടുന്ന സംഗതിയാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മളും നമ്മുടെ ദുആകളിൽ, വിശിഷ്യ ലൈലത്തുൽ ഖദർ അടക്കമുള്ള ഉത്തരം കിട്ടപ്പെടുന്ന രാത്രികളിൽ നമ്മൾ മറക്കാതെ ചോദിക്കണം. നമുക്കും അത് കിട്ടിയ ആ ലൈലത്തുൽ ഖദർ കിട്ടിയ അനുഭവിച്ച ആളുകളുടെ കൂട്ടത്തിൽ പഠനം. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ, ആമീൻ. റമളാനിൽ അല്ലാത്ത ദിവസങ്ങളിൽ തന്നെ ഭയങ്കര പുണ്യമുള്ളതാണ് അല്ലേ? ലൈലത്തുൽ ഖദർ അല്ലാത്ത ദിവസങ്ങൾ തന്നെ വളരെ പുണ്യമുള്ളതാണ്. അപ്പോൾ അതിലേറെ പുണ്യമുണ്ട് ഈ രാത്രി എന്ന് പറയുമ്പോൾ ഇതിലെന്തായാലും നമ്മൾ അവസാനത്തെ 10 മെനക്കെട്ടേ പറ്റൂ. പ്രത്യേകിച്ച് റമളാൻ അവസാനം 27-ന്റെ ശേഷമുള്ള ആ രാവുകൾ. റമളാൻ്റെ 26 കഴിഞ്ഞാൽ പൊതുവെ നമ്മുടെ നാടുകൾക്ക് ശൈലി എന്താ? അതോടെ റമളാൻ പിരിച്ചുവിടുന്നൊരു രൂപം, ഒരു സ്വഭാവം നമ്മുടെ നാട്ടിലുണ്ട്. 26 കഴിഞ്ഞാൽ പിന്നെ പള്ളികാരിയായി അല്ലേ, പിന്നെ പെരുന്നാളായി എന്നുള്ളൊരു രൂപത്തിലാണ്, പിന്നെ അങ്ങാടിക്ക് ഇറങ്ങലായി. സത്യത്തിൽ അത് ഭയങ്കര അപകടകരമായൊരവസ്ഥയാണത്. റമളാൻ 27 കഴിഞ്ഞാൽ പിരിച്ചുവിടാൻ പറ്റൂല. ഒരു ഹദീസിൽ കാണാം, ഈ ഉമ്മത്തിന് പ്രത്യേകമായി 5 കാര്യങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഒന്ന്, പിന്നെ റമളാൻ മാസത്തിൽ 5 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഒരു ഉമ്മത്തിനും കൊടുക്കാത്ത, അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾക്കും നൽകപ്പെടാത്ത സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, ആദ്യത്തെ രാത്രിയായാൽ, റമളാൻ മാസത്തിലെ ആദ്യത്തെ രാത്രി അല്ലാഹു തആല ഈ ഉമ്മത്തിലേക്ക് പ്രത്യേകമായൊരു നോട്ടം നോക്കും. ആ നോട്ടം ലഭിച്ച ആളുകൾ പിന്നെ അല്ലാഹു തആല ഒരിക്കലും ശിക്ഷിക്കുകയില്ല. അത് ഒന്ന്. 2, ഈ ഉമ്മത്തിൽ നോമ്പ് നോറ്റ ആളുകളുടെ വായയുടെ ഗന്ധം അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയുടെ ഗന്ധത്തേക്കാൾ വാസനയുള്ളതാണ്. 3, മലായിക്കത്ത് എല്ലാ രാത്രിയിലും പകലിലും ഈ ഉമ്മത്തിൽ നിന്ന് നോമ്പെടുത്ത ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. 4,
സ്വർഗത്തോട് അല്ലാഹു തആല പ്രത്യേകമായി കൽപ്പന കൊടുക്കും, അണിഞ്ഞൊരുങ്ങിയിരിക്കണം, എൻ്റെ അടിമകൾ എനിക്ക് വേണ്ടി വിശപ്പും ദാഹവും ക്ഷമിച്ച് ബുദ്ധിമുട്ടി അവരിങ്ങോട്ട് വരാൻ കാത്തിരിക്കുകയാണ്, നീ അണിഞ്ഞൊരുങ്ങിക്കോ എന്ന് സ്വർഗത്തിന് നിർദ്ദേശം കൊടുക്കും. അഞ്ചാമത്തേത് റമളാൻ മാസത്തിലെ അവസാനത്തെ രാത്രിയായാൽ ഫഇന്നഹു ഇദാ കാന ആഖിറു ലൈല ഗുഫിറ ലഹും ജമീഅ, സർവ്വ ആളുകൾക്കും അല്ലാഹു തആല കൊടുത്തു കൊടുക്കും. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, അല്ല നബിയെ, നിങ്ങൾ ഈ അവസാനത്തെ രാത്രി എന്ന് പറഞ്ഞത് ലൈലത്തുൽ ഖദറിനെ കുറിച്ചാണോ? അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അല്ല, ലൈലത്തുൽ ഖദറിനെ കുറിച്ചല്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, പണിയെടുക്കുന്ന ആളുകൾക്ക് എപ്പോഴാണ് കൂലി കൊടുക്കുക? ആ പണി കഴിഞ്ഞിട്ട് അവസാനം അവർ പോകുമ്പോഴാണ്, അല്ലേ? എന്നതുപോലെ റമളാൻ മാസം തീരാൻ പോകുമ്പോഴാണ് അല്ലാഹു തആല ഇവർക്ക് ഇതിൻ്റെ കൂലി കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ 27 രാവിലെ എന്നല്ല, 29 അന്ന്, അതല്ലെങ്കിൽ 30 അന്ന്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ടെക്സ്റ്റൈൽസിലും അങ്ങാടിയിലും കറങ്ങി നടക്കുന്ന ആ ദിവസം അല്ലാഹു തആല റമളാൻ മാസത്തിൽ അധ്വാനിച്ചതിൻ്റെ കൂലി തരാൻ നമ്മളെ തിരഞ്ഞെടുക്കുക. നമ്മളൊന്ന് അങ്ങാടി കൂടി കറങ്ങി നടക്കുക. 29 കൂലി കിട്ടുക, നമ്മൾ പിരിച്ചുവിട്ടു, 27 പിരിച്ചുവിട്ടു. സുബ്ഹാനല്ലാഹ്. ആ ഒരു ശൈലി ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് അവസാനത്തെ റമളാൻ മാസത്തിൻ്റെ അവസാനം അസറിന് ശേഷം വളരെ പ്രധാനപ്പെട്ട സമയമാണ് മഗ്രിബ് വരെ. ആ സമയത്താണ് കൂലി കൊടുക്കുന്നത് അല്ലാഹു തആല. അപ്പം നമ്മൾ അത് വാങ്ങാൻ റെഡിയായിരിക്കണം. അല്ലാഹു തആല നമ്മളെ സഹായിക്കട്ടെ. ലൈലത്തുൽ ഖദർ എമ്പാടും കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മൾ ചേർത്തു തരട്ടെ. മനസ്സറിഞ്ഞ് അതിനോട് ദുആ ചെയ്യുക. അല്ലാഹു തആല അത് സാധിപ്പിച്ചു തരും. അല്ലാഹു തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. നമ്മൾ എല്ലാവരെയും രണ്ട് ലോകത്തും ജയിച്ചറിൽപ്പെടുത്തട്ടെ. ആമീൻ. നിങ്ങൾ ദുആ ചെയ്യണം. സുബ്ഹാനകല്ലാഹു ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.